ഓം ശാന്തി. മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി സ്വയം ആത്മാവാണെന്ന നിശ്ചയം ചെയ്യുന്നു. എൻ്റെ ബുദ്ധിയാകുന്ന ദിവ്യനേത്രത്തിലൂടെ ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാനൊരു അവിനാശി ജ്യോതിയാണ്, സദാ ശാശ്വതമാണ്. ഈ ശരീരമാകുന്ന അമ്പലത്തിലെ ചൈതന്യമൂർത്തിയാണ്. ഞാൻ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഈ ശരീരത്തിൽ നിന്നും വേറിട്ട് അനന്തതയിലേക്ക് യാത്ര ചെയ്യുന്നു. നീലാകാശത്തിനുമപ്പുറം ബ്രഹ്മലോകത്തിൽ എൻ്റെ യഥാർത്ഥ വീടായ പരമധാമത്തിലെത്തുന്നു. ഞാൻ സ്വയം ആ ദിവ്യലോകത്തിൻ്റെ അനുഭവം ചെയ്യുകയാണ്. 4 ഭാഗത്തും ദിവ്യപ്രകാശമാണ്. ഒരു ബന്ധനമോ ഭാരമോ ഇല്ല. ഞാൻ സ്വതന്ത്രമാണ്. സമ്പൂർണ്ണ മുക്താവസ്ഥയിൽ നിശ്ചിന്തമാണ്. അതിസുന്ദരമായ അനുഭൂതിയിലിരിക്കുന്നു. എൻ്റെ സതോ ഗുണി സ്വരൂപത്തിൽ ഞാൻ ശുദ്ധമാണ്, പവിത്രമാണ്. ഈ ശാന്തിധാമത്തിൽ ഞാൻ ആത്മാ എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. മനസ്സിൽ വിചാരങ്ങളുടെ ഗതി തീർത്തും ശാന്തമാണ്. ഞാൻ ശാന്തസ്വരൂപത്തിൽ സ്ഥിതമാണ്. 4 ഭാഗത്തും ശാന്തിയുടെ പ്രകമ്പനങ്ങൾ അനുഭവം ചെയ്യുന്നു. ഈ ശാന്തിയിൽ പരമസുഖം സമാവേശമായിരിക്കുന്നു. ഏതാണോ അതീന്ദ്രിയ സുഖം. ശാന്തിയിൽ സമ്പൂർണ്ണ പ്രസന്നത അടങ്ങിയിരിക്കുന്നു. ഞാൻ അലൗകിക ആനന്ദത്തിൻ്റെ അനുഭൂതി ചെയ്യുന്നു. ഞാൻ സത്ത് ചിത്ത ആനന്ദ സ്വരൂപമാണ്. ശാന്തിയുടെ ശക്തിയുടെ അനുഭവം ചെയ്യുന്നു. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരമായ പരമാത്മാവിൻ്റെ സമീപമിരിക്കുന്നു. പരമാത്മാ ദിവ്യ തേജോമയ ജ്യോതിബിന്ദു എൻ്റെ മുന്നിൽ പ്രകാശിക്കുന്നു. ചുറ്റും ദിവ്യപ്രകാശത്തിൻ്റെ ആഭാമണ്ഡലം പരന്നിരിക്കുന്നു. ഓൾമൈറ്റി പരമാത്മാ അനന്തമാണ്. സർവശക്തിവാൻ പരമാത്മാവിൻ്റെ കൂടെ ഞാൻ ഏതാനും നിമിഷങ്ങൾ കഴിയുന്നു. അനന്ത കിരണങ്ങളുടെ ഇടയിൽ സർവശക്തികളും എന്നിൽ സമാവേശമാകുന്നു. ഞാൻ ആത്മാ സശക്തമായിക്കൊണ്ടിരിക്കുന്നു. പരമാത്മ സ്നേഹത്തിൻ്റെ പാത്രമായിരിക്കുന്നു.
ഈ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതിയിൽ, സുഖസ്വരൂപസ്ഥിതിയിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. പതുക്കെ പതുക്കെ ഞാൻ 5 തത്വങ്ങളുടെ ലോകത്തിലെത്തി മസ്തകമധ്യത്തിൽ ഉപസ്ഥിതമാകുന്നു. സദാ ബാബയുടെ കുട്ടിയാണ് എന്ന സ്മൃതിയിലിരിക്കുന്നു. ഒരേ ഒരു ബാബയോട് സർവ സംബന്ധങ്ങളും യോജിപ്പിക്കുന്നു. ഒരു ബാബയുടെ മാത്രം ഓർമ്മയിലിരിക്കുന്നു. ഒരു ദേഹധാരിയെയും ഓർക്കുന്നില്ല. ബാബയുടെ ഓർമ്മയില്ലെങ്കിൽ കരയേണ്ടി വരും. ഓർമ്മയിലൂടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. ഞാൻ ബാബയുടെ കുട്ടിയാണെന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാകാനുള്ള പരിശ്രമം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ടത് ബാബയാണ്. ബാബയെക്കാളും സ്നേഹി മറ്റാരുമില്ല. ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ഓർമ്മയിലൂടെ വികർമ്മങ്ങൾ വിനാശമാകുന്നു. ബാബയെ മറന്നാൽ ദേഹധാരികളുടെ ഓർമ്മയുണ്ടാകുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ സമ്പാദ്യമുണ്ടാകുന്നുള്ളൂ. ബാബ മനസ്സിലാക്കി തരുന്നു, ഈ അന്തിമ ജന്മം പവിത്രമാകൂ. ബാബ മുഴുവൻ ലോകത്തെയും പവിത്രമാക്കുന്നതിന് രാജയോഗം പഠിപ്പിക്കുന്നു. ഓർമ്മിച്ചില്ലെങ്കിൽ തൊട്ടാവാടിയെപ്പോലെ വാടിപ്പോകും. ബാബയുടെ ഓർമ്മയിലിരിക്കുക എന്നത് പരിശ്രമമുള്ള കാര്യമാണ്. ഇത് ഉയർന്ന ലക്ഷ്യമാണ്. ഞാൻ ജീവിച്ചിരിക്കെ മരിച്ച് പുതിയ ലോകത്തേക്ക് പോകുന്നതിനു വേണ്ടി ബാബയുടേതായി മാറിയിരിക്കുന്നു. ഞാൻ ഡബിൾ കിരീടധാരിയായി മാറും. ഇപ്പോൾ എനിക്ക് 84 ജന്മങ്ങളുടെ സ്മൃതി വന്നിരിക്കുകയാണ്. ചക്രത്തെ ഓർമ്മിച്ച് ചക്രവർത്തി രാജാവാകുന്നു. ഞാൻ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു. വീണ്ടും പുരുഷാർത്ഥം ചെയ്ത് സ്വർഗത്തിൻ്റെ അധികാരിയാകും. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ശ്രേഷ്ഠമായ മതത്തിൻ്റെ ആധാരത്തിൽ മായാവി സംഘദോഷത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ശക്തി സ്വരൂപമാകുന്നു. ബാബയുടെ നിർദ്ദേശങ്ങളുടെ ആധാരത്തിൽ ജ്ഞാനസ്വരൂപത്തിൻ്റെയും ശക്തി സ്വരൂപത്തിൻ്റെയും വരദാനികളായി മാറി തൻ്റെ സ്ഥിതി ഉറച്ചതാക്കുന്നു. സാക്ഷിയായി ഓരോരുത്തരുടെയും പാർട്ടിനെ നോക്കുന്നു. സദോഗുണി പാർട്ടിൽ സ്ഥിതി ചെയ്യുന്നു. സദാ ബാബയുടെ കൂട്ടുകെട്ടിലാണെങ്കിൽ തമോ ഗുണി ആത്മാക്കളുടെ കൂട്ടുകെട്ടിൻ്റെ പ്രഭാവമുണ്ടാകില്ല. ആരാണോ കർമ്മമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ചില്ലയിലിരുന്ന് കർമ്മം ചെയ്യുമ്പോഴും ഉപരാമസ്ഥിതിയിലിരിക്കുന്നവർ, അവരാണ് കർമ്മയോഗികൾ. ഓം ശാന്തി.